ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതാണ്. ഉപതെരഞ്ഞെടുപ്പിൽ DCC അധ്യക്ഷൻ VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് കോൺഗ്രസിനോട് മുൻ MLA PV അൻവർ. മണ്ഡലത്തിന്റെ ചുമതലയുള്ള AP അനിൽകുമാറുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് PV അൻവർ ഈ ആവശ്യം ഉന്നയിച്ചത്. LDF ആകട്ടെ സ്ഥാനാർത്ഥി നിർണയത്തിലെ സസ്പെൻസ് തുടരുകയുമാണ്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിൽ 2 പേരുകളാണ് ആദ്യം മുതലുള്ളത്. KPCC ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്ത്, DCC അധ്യക്ഷൻ VS ജോയ്. ഒറ്റ പേരിലേക്കെത്താൻ ഇപ്പോഴും നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. ഇന്ന് മലപ്പുറം ഗസ്റ്റ് ഹൌസിൽ AP അനിൽകുമാറുമായി നടന്ന കൂടിക്കാഴ്ചയിലാണ് UDF സ്ഥാനാർത്ഥിയായി VS ജോയ് വരണമെന്ന ആവശ്യം PV അൻവർ മുന്നോട്ട് വച്ചത്. VS ജോയ്ക്കാണ് വിജയസാധ്യത കൂടുതലെന്നും PV അൻവർ. അതൊക്കെ അവർക്ക് തീരുമാനിക്കാം. UDF ലീഡർഷിപ്പിന് അതിന് ഫുൾ ഫ്രീഡം ഉണ്ട്. ഞാൻ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവർ ആലോചിച്ച് തീരുമാനിച്ചോട്ടെ, കുഴപ്പമില്ല. അത് കൂടുതൽ ഗുണം ചെയ്യും. നിലമ്പൂരിൽ PV അൻവർ ഒരു പ്രധാന ഘടകമായിരിക്കെ അൻവറിന്റെ വാക്കുകൾ നേതൃത്വത്തിന് തള്ളിക്കളയാനാകില്ല. എല്ലാ വശങ്ങളും പരിശോധിച്ച് സ്ഥാനാർത്ഥിയെ ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന് AP അനിൽകുമാർ MLA. നമുക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ ഭൂരിപക്ഷത്തിന് അവിടെ വിജയിക്കാം. അപ്പോൾ അതിനനുസരിച്ച് സ്ഥാനാർത്ഥികൾ ആരാണ് കൂടുതൽ നല്ലത്, ഒരേപോലുള്ള സ്ഥാനാർത്ഥികൾ അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളതൊക്കെ പരിശോധിച്ച് പാർട്ടി തീരുമാനം പറയും. സജീവമായ ചർച്ചകളാണ് അണിയറയിൽ നടക്കുന്നത്. LDF സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് നിലവിൽ കടന്നിട്ടില്ലെങ്കിലും മണ്ഡലത്തിൽ അനൌദ്യോഗിക പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു. 24 മലപ്പുറം.